इतना डरना भी क्या है दुनिया से. ആ ആഗ്രഹങ്ങളെ മനസ്സിൽ അടക്കി പിടിച്ചാണ് അവർ ജീവിക്കുന്നത്. മറ്റുള്ളവർ എന്ത് കരുതും എന്നൊക്കെ അവരിങ്ങനെ വ്യഥ പൂണ്ടുകൊണ്ടേയിരിക്കും. ആലോകരെ പേടിച്ചുകൊണ്ടൊരു ജീവിതം, അതൊരു ജീവിതമാണോ എന്നൊരു ചോദ്യമുണ്ട്. ജോ ഭി ഹോനാ ഹെ വോ തോ ഹോനാ ഹെ. നീ ഇല്ലെങ്കിൽ ഈ സദസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നീ എഴുന്നേറ്റ് പോവുക എന്നുള്ള അക്രമം ഇവിടെ ചെയ്യരുത്. इतना डरना भी क्या है दुनिया से. വഴിയാത്തിലേക്ക് സ്വാഗതം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കുന്ന ആളുകൾ, അത്തരം ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവർ ജീവിക്കുന്നത് തന്നെ ലോകരെ പേടിച്ചുകൊണ്ടാണ്. ഒരുപാട് മോഹങ്ങളുണ്ടാകും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. ആ ആഗ്രഹങ്ങളെ മനസ്സിൽ അടക്കി പിടിച്ചാണ് അവർ ജീവിക്കുന്നത്. മറ്റുള്ളവർ എന്ത് കരുതും, അവരെങ്ങനെയാകും ഇതിനെ നോക്കിക്കാണുക എന്നൊക്കെ അവരിങ്ങനെ വ്യഥ പൂണ്ടുകൊണ്ടേയിരിക്കും. വല്ലാത്തൊരവസ്ഥ. ഈ ജീവിതം യഥാർത്ഥത്തിൽ ഒരു ജീവിതമല്ല എന്ന കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. നിങ്ങളായിട്ട് ജീവിക്കേണ്ടത്, നിങ്ങൾ സ്വന്തം ആഗ്രഹങ്ങളെ അടക്കി പിടിച്ച് മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കരുതി ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളെ പണയപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്നാണ് അവരൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ആലോകരെ പേടിച്ചുകൊണ്ടൊരു ജീവിതം, അതൊരു ജീവിതമാണോ എന്നൊരു ചോദ്യമുണ്ട്. അതിലെവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊരു ചോദ്യം. വാജിദ തപസ്സും രചിച്ച കുച്ച് നാ കുച്ച് തോ ജറൂർ ഹോനാ ഹെ എന്നുള്ള ഗസലിലെ 3 ഈരടികൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ 2 ഈരടികൾ കൂടെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഈരടി മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു വിഷയമാണ്. ആ ഈരടി ഇങ്ങനെയാണ്: ഇത്ന ഡർനാ ഭി ക്യാ ഹെ ദുനിയാ സെ, ജോ ഭി ഹോനാ ഹെ വോ തോ ഹോനാ ഹെ. डरना 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 इतना डरना इतना डरना भी क्या है दुनिया से. पमा मा पग मरे ग मा पग मरे निसा. इतना डरना भी क्या है दुनिया से. जो भी होना है वो तो होना है. ഇത്തന ഡർനാ ഭി ക്യാ ഹെ ദുനിയാ സെ. നീ ഇഹലോകത്തെ, ഈ ലോകത്തെ എന്തിനാണ് ഇത്രമേൽ ഭയപ്പെടുന്നത്? നിന്നെ ഭയപ്പെടുത്തുന്ന എന്താണ് ഈ ലോകത്തുള്ളത്? നിന്റെ ഇഷ്ടങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയുന്നത് എന്താണ്? അത്ര ഭയപ്പെട്ട് നീ എങ്ങനെയാണ് ജീവിക്കുന്നത്? ജോ ഭി ഹോനാ ഹെ വോ തോ ഹോനാ ഹെ. എന്താണോ സംഭവിക്കാനുള്ളത്, നീ ഇങ്ങനെയൊക്കെ ഭയപ്പെട്ട് കഴിഞ്ഞാലും, നീ ഇങ്ങനെയൊക്കെ സൂക്ഷ്മതയോടുകൂടി അവരെ പേടിച്ച് ജീവിച്ചാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. പിന്നെ ആരെയാണ് നീ ഭയപ്പെടുന്നത്? നിനക്ക് ആഗ്രഹമുള്ളതിലേക്ക് നീ എന്തുകൊണ്ട് തേടിച്ചെല്ലുന്നില്ല? നീ ജീവിക്കേണ്ടത് നീയായിട്ട് മാത്രമാണ്. ഈ ദുനിയാവിനെ നീ അങ്ങനെ ഭയപ്പെടേണ്ടതില്ല. നിനക്ക് നീയായിട്ട് ജീവിക്കാമല്ലോ. നിന്റെ മൂല്യങ്ങളിൽ, നിന്റെ ബോധ്യങ്ങളിൽ നിനക്ക് ജീവിക്കാൻ സാധിക്കും. അവിടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ആവശ്യമേ ഇല്ലാത്ത കാര്യമാണ്. നീ എന്തിനാണ് ഈ ഭയം കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് വാജിദ തപസ്സും ചോദിക്കുന്നത്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. എന്തു തന്നെ ആയാലും ഇതൊക്കെ, ഈ യാഥാർത്ഥ്യങ്ങൾ നീ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. നീ ഭയം നടിച്ച് ഭയപ്പെട്ട് മാറി നിന്നതുകൊണ്ട് ഈ സംഭവിക്കാനുള്ള കാര്യങ്ങൾ വല്ലതും മാറിപ്പോകുമെന്ന് നീ ധരിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. നീ അനുഭവിക്കേണ്ടത് നീ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് കവി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷമുള്ള ഈരടി ഇങ്ങനെയാണ്: ഉഠ് കെ महफिल से मत चले जाना, तुमसे रोशन ये कोना कोना है. उठ के महफिल से मत चले जाना,
तुमसे रोशन ये कौन कोना है, तुमसे रोशन ये कौन कोना है, तुमसे रोशन ये कौन कोना है. उठ के महफिल से मत चले जाना. നീ ഈ സദസ്സ് വിട്ട് എഴുന്നേറ്റ് പോകരുത്. ഈ സദസ്സ് ഉപേക്ഷിച്ച് നീ പൊയ്ക്കളയരുത്. ഈ സദസ്സ് നിന്നെ ആവശ്യപ്പെടുന്നുണ്ട്. നീ അതിന്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. നീ ഇല്ലെങ്കിൽ ഈ സദസ്സ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താ കാര്യം എന്നല്ലേ? തുംസെ റോഷൻ യെ കോന കോന ഹേ. നിന്റെ പ്രകാശം കൊണ്ടാണ് ഈ സദസ്സിന്റെ മുക്കുമൂലകൾ വെളിച്ചത്താൽ നിറഞ്ഞിരിക്കുന്നത്. നീ ഒരൊറ്റയാൾ കാരണമാണ് ഈ മുക്കുമൂലകൾ പ്രകാശമാനമായിരിക്കുന്നത്, അതിങ്ങനെ വിളങ്ങി നിൽക്കുന്നത്. അല്ലായെങ്കിൽ ഒട്ടും തിളക്കമില്ലാത്ത ഒരു മങ്ങിയ സദസ്സ് മാത്രമാകുമായിരുന്നു നിന്റെ സാന്നിധ്യം. ആ സാന്നിധ്യമാണ് ഈ സദസ്സിനെ ഇത്രമേൽ മനോഹരമാക്കിയത്. അവിടെ നിന്ന് നീ എഴുന്നേറ്റ് പോവുക എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവനെ, അത് ഈ സദസ്സിനെ അതിന്റെ ഭംഗി കെടുത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നീ എഴുന്നേറ്റ് പോവുക എന്നുള്ള അക്രമം ഇവിടെ ചെയ്യരുത്. ഈ സദസ്സ് ഇങ്ങനെ നിലനിൽക്കണമെന്ന് നീ ആഗ്രഹിക്കൂ എന്നാണ് കവി പറയുന്നത്. ഒരാളുടെ പ്രകാശമാനമായ ഒരു സാന്നിധ്യത്തെയാണ് കവി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്ര മനോഹരമായ ഒരു സാന്നിധ്യമാണത് എന്ന് കവി പറഞ്ഞു വെക്കുന്നു. വാജിദ തപസ്സും വളരെ മനോഹരമായി തന്നെയാണ് ഈ കവിത, ഈ ഗസൽ ഒരുക്കിയിട്ടുണ്ട്. മറ്റു ചില ഈരടികളുമായി നമുക്ക് വീണ്ടും കാണാം. ചേർന്നാണേ. उनसे होना है सामना, आज उनसे होना है सामना.